നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആക്സിഡന്റ് പെട്ടവൻ ചത്തെന്ന് പറഞ്ഞപ്പോ അവര് മടങ്ങിപ്പോയല്ലോ സാർ. എടോ അതുകൊണ്ടായോ? ചത്തവനെ അന്വേഷിച്ചിറങ്ങിയ ആരുടെ ഡെഡ് ബോഡി എടുത്താ കാണിച്ചു കൊടുക്കുന്നേ? ഓരോന്നിന്റെ വേര് ചികഞ്ഞ അവരിറങ്ങിയ ഞാനും താനും ഒക്കെ കൊടുക്കും. ഇതുവരെ ഞാൻ സാറ് പറഞ്ഞതുപോലെയല്ലേ ചെയ്തത്. ഇപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയും താൻ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ശരി സാർ, സാർ പറഞ്ഞു. ഓക്കെ സാർ, ഡൺ. ശരി. രാജു, നീ ഇങ്ങനെ പട്ടിണി കിടന്നാൽ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാവോ? എനിക്ക് കഴിക്കാൻ തോന്നില്ല ചേച്ചി. മഞ്ജു എന്താ ഇവിടെ? സാർ, ഞാൻ ഫുഡ് കഴിക്കാൻ പറയായിരുന്നു. ഓ, ഇവനൊന്നും കഴിക്കുന്നില്ലല്ലേ? ഇവനെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചോളാം. മഞ്ജു കൊണ്ട് മാറി. മഞ്ജു പോയില്ലേ ഇതുവരെ? പോ. കളി മതിയാക്കാൻ സമയമായി. സത്യം പറടാ. എന്താ സാർ? ആരുടെ കയ്യിൽ നിന്നാണ് ആക്സിഡന്റ് ഉണ്ടായത്? സാർ, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞല്ലോ സാർ. സത്യം പറടാ നായേ. മുയലിന് വെച്ച കെണിയിൽ വീണത് മുതല. കൊള്ളാം. ഗെയിമിന് രസം കൂടി വരുന്നുണ്ട്. ഹലോ അമ്മേ. എവിടെയാ നീ? ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടമ്മേ. ആ, അത് നന്നായി. അല്ല, എന്തായി കാര്യങ്ങള്? എന്താവാൻ, എസ് നമ്മുടെ സ്വന്തം ആളല്ലേ. ആവശ്യത്തിന് പണം ഞാൻ ഭാര്യ അറിഞ്ഞിട്ടുണ്ട്. അവളെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഋതികയെ കുരുക്കാനുള്ള ഒരു കെണി നീ ഒരുക്കി വെച്ചോ? രാജു ജയിലിലായതുകൊണ്ട് ഇനി അവളെ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ. ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നു. ശരിയമ്മേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ ദീപകേ, ഒരു കാര്യം, അടുത്ത കാലത്തൊന്നും രാജു ജയിൽ മോചിതനാവരുത്. കുറഞ്ഞതൊരു 2-3 വർഷത്തേക്കെങ്കിലും അവൻ പുറം ലോകത്തേക്ക് വരരുത്. ആ കാലയളവിനിടയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുവർണ ദിവസങ്ങളാ. അതെ അമ്മേ, അവൻ അകത്ത് കിടക്കുന്ന സമയം കൊണ്ട് ഋതികയും അതുവഴി അമ്മാവന്റെ സ്വത്തും ഞാൻ സ്വന്തമാക്കും. എല്ലാം നടക്കൂടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കെ. പിന്നെ ആദ്യം നീ അവൾക്കൊരു കെണി വെച്ച് കൊടുക്ക. അത് ഞാൻ ഏറ്റമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.